ദൈവാദിദൈവവും കർത്താതികർത്താവും വിശ്വാസപൂർവ്വം തന്നെ വിളിക്കുന്നവർക്ക് ഉത്തരമുള്ളവനുമായല്ലോ നീ. ബലഹീനരും ഭാവികളും അവിടുത്തെ ദാസരുമാകുന്ന ഞങ്ങൾ തിരുസന്നിധിയിൽ അടുത്തു വന്ന പ്രബോധന ശുശ്രൂഷയ്ക്കായി ഞങ്ങളെ തന്നെ തിരുമുൻപാകെ സമർപ്പിക്കുന്നു. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവിന്റെ നൽവരം മാമോദീസായിലൂടെ ഞങ്ങൾ പ്രാപിച്ചു. ലഭിച്ച പരിശുദ്ധാത്മാവിന്റെ പ്രോജ്വലനം ഈ ശുശ്രൂഷയിലൂടെ ഞങ്ങൾക്ക് ലഭിക്കേണ്ടതേ. കർത്താവേ, നിന്റെ ശബ്ദം ഞങ്ങളുടെ കാലുകൾക്ക് വെളിച്ചവും ഊടുവഴികൾക്ക് പ്രകാശവുമായി ഭവിക്കേണ്ടമേ. കാദേശ് മരുവിനെ ഇളക്കുന്ന ദൈവശബ്ദം, മാൻമേടകളെ ഭ്രമിപ്പിക്കുന്ന ദൈവശബ്ദം, വനങ്ങളെ തോൽവിക്കുമാറാക്കുന്ന ദൈവശബ്ദം കർത്താവെ ശരിയായ അനുതാപത്തിലേക്കും വിശുദ്ധ ജീവിതത്തിലേക്കും ഞങ്ങളെ നയിക്കണമേ. തിരുജനനം കാണുന്നതിന് വേണ്ടി കിഴക്കുനിന്ന് കടന്നു വരുന്ന വിദ്വാൻമാർ കർത്താവെ നിന്റെ മുഖം കണ്ടതിന് ശേഷം മറുവഴിയായി സ്വദേശത്തേക്ക് പോകുവാൻ തീരുമാനിക്കുന്നു. ഈ പ്രബോധന ശുശ്രൂഷയിലൂടെ അവിടുത്തെ മുഖം ദർശിക്കുവാനും ഞങ്ങളുടെ ജീവിതത്തിന്റെ തിന്മകളെ ഉപേക്ഷിച്ച് പഴയ മനുഷ്യന്റെ സ്വഭാവത്തെ ഞങ്ങളിൽ നിന്ന് ഉരിഞ്ഞുകളഞ്ഞ് പുതിയ മനുഷ്യനായി നിന്നെ ധരിക്കുവാനും കർത്താവെ നിന്നിൽ ജീവിപ്പാനും അവിടുന്ന് ഞങ്ങൾക്ക് കരുണ ചെയ്യണമേ. ശുദ്ധിമതിയായ മാതാവെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സകല പരിശുദ്ധന്മാരും ശുദ്ധിമതികളുമേ, ഞങ്ങളുടെ മധ്യസ്ഥതയാൽ ഈ ശുശ്രൂഷ നിർവൃതിയായി നിർവഹിക്കുവാൻ ഞങ്ങളെ ശക്തീകരിക്കണമേ. ദൈവമായ കർത്താവെ, തിരുസന്നിധിയിൽ ഞങ്ങളുടെ ബലഹീനതകളെ അവിടെ നോക്കരുതേ. ഞങ്ങളുടെ കുറവുകളെ പരിഹരിക്കണമേ. മോശയുടെ പ്രാർത്ഥനയും അഹറോന്റെ ധൂപവും ഫിനഹാസിന്റെ വാളും മൂലം യെരൂശലേമിൽ നിന്ന് കോപത്തിന്റെ വടികളും ശിക്ഷകളും നീക്കിക്കളഞ്ഞ കർത്താവേ, ശക്തിക്കപ്പുറമായ എല്ലാ പരീക്ഷണങ്ങളെയും ഞങ്ങളിൽ നിന്ന് കരുണയോടെ വിരോധിക്കണമേ. കർത്താവെ, ശരീരപ്രകാരം ഞങ്ങളിൽ നിന്ന് വാങ്ങിപ്പോയി അവിടുത്തെ സന്നിധിയിലായിരിക്കുന്ന സകല വാങ്ങിപ്പോയവരെയും സ്വർഗീയ യെരൂശലേമിൽ അവിടുന്ന് ആശ്വസിപ്പിക്കണമേ. ഞങ്ങളും അവരും നിനക്കും നിന്റെ പിതാവിനും വിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലായ്പ്പോഴും ഇന്നും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുവാനായിട്ട് തന്നെ ആമേൻ. ദൈവതിരുനാമത്തിന്റെ മഹത്വം ഉണ്ടായിരിക്കട്ടെ. വന്യരായ വൈദികരെ, സ്നേഹമുള്ള മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, പ്രബോധന ശുശ്രൂഷയുടെ 2ാം ദിവസത്തിലേക്ക് നാം കടന്നു വന്നിരിക്കുന്നു. 2006 വചന ശുശ്രൂഷ ശരിയായ തരത്തിലുള്ള പ്രബോധനം നമുക്ക് ലഭിക്കത്തക്ക ദൈവികമായ ഉൾക്കാഴ്ചകൾ പ്രാപിക്കുവാൻ തക്കവണ്ണം നമ്മെ ശക്തീകരിക്കുന്ന വലിയ ശക്തിയുടെ സ്രോതസ്സായി ഭവിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതത്തിൽ ജനനം കൊണ്ട് ഞാനും നിങ്ങളും ക്രിസ്ത്യാനികളായി തീർന്നു. വിശുദ്ധ മാമോദീസായിലൂടെ ദൈവത്തിന്റെ മന്ദിരങ്ങളായി നിത്യജീവന്റെ അവകാശികളായി പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നമ്മൾ പ്രാപിച്ചു. എന്നാൽ സഹോദരങ്ങളിൽ, മാമോദീസ രക്ഷയുടെ ആരംഭമാണ്, പൂർത്തീകരണമല്ല. രക്ഷയിലേക്ക് നാം കടന്നു വന്നിരിക്കുന്നു. എന്നാൽ രക്ഷയുടെ പൂർത്തീകരണത്തിലേക്ക് വളരണമെങ്കിൽ ദൈവഹിതത്തിനനുസരിച്ച് ഈ ലോകത്തിൽ വിശുദ്ധ ജീവിതം നയിക്കുവാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ ആരാധനകളും ശുശ്രൂഷകളുമെല്ലാം ലക്ഷ്യമാക്കുന്നത് ഇത്തരത്തിലുള്ള ആധ്യാത്മിക വളർച്ചയാണ് എന്ന് ഇന്നലെ ഞാൻ ഓർമ്മിപ്പിച്ചു. ഇന്ന് സമൂഹത്തിൽ
ഏറ്റവും അധികം ആധ്യാത്മിക ജീവിതത്തിന് പ്രതിസന്ധി ഉണ്ടാക്കുന്നത് നമുക്ക് ആരാധനയുണ്ട്, ആധ്യാത്മികമായ ക്രമീകരണങ്ങളുണ്ട്. എന്നാൽ അതനുസരിച്ച് സ്വഭാവ വ്യതിയാനം നമുക്കുണ്ടാകുന്നില്ല. വിശുദ്ധ കുർബാനയിൽ എല്ലാ ഞായറാഴ്ചയും സംബന്ധിക്കുന്നു, കുർബാന അർപ്പിക്കുന്നു, വിശുദ്ധ കുർബാന അനുഭവിക്കുന്നു. എന്നാൽ സ്വീകരിച്ച യേശുക്രിസ്തുവിന്റെ തിരുശരീര രക്തങ്ങൾക്ക് അനുയോജ്യമായ സ്വഭാവ വ്യതിയാനം എനിക്ക് നിങ്ങൾക്കും വരുന്നുണ്ടോ? നമ്മൾ സാവധാനം ചിന്തിക്കണം. അനേക ശുശ്രൂഷകളിൽ നമ്മൾ സംബന്ധിക്കുന്നുണ്ട്. വളരെ ശ്രേഷ്ഠമായ വിശ്വാസം ഓർത്തഡോക്സ് സഭയുടെ പാരമ്പര്യത്തിൽ നമുക്കുണ്ട്. എന്നാൽ നമ്മുടെ വിശ്വാസ സംഹിതകളും ആരാധനകളും ശുശ്രൂഷകളും ഒക്കെ നമ്മെ രൂപാന്തരപ്പെടുത്തുന്നവ ആയിരിക്കണം. നമ്മെ രൂപാന്തരപ്പെടുത്തുന്നില്ല എങ്കിൽ കേവലം അത്തര വ്യായാമങ്ങളായി ഇതൊക്കെ അധപ്പതിക്കും എന്നതാണ് സത്യം. ശരിയായ ആധ്യാത്മിക ജീവിതത്തെ, ആരാധന ജീവിതത്തെ പരിചയപ്പെടുത്തുവാൻ പഴയ നിയമത്തിൽ നിന്ന് 3 പ്രധാനപ്പെട്ട സന്ദർഭങ്ങൾ നമ്മുടെ സഭയുടെ ആരാധനാ ജീവിതത്തിൽ വളരെ ശക്തമായി നിഴലിക്കുന്ന 3 സന്ദർഭങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒന്നാമത്തേത് ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം 4 മുതലുള്ള വാക്യങ്ങൾ. ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം 4 മുതലുള്ള വാക്യങ്ങൾ. ഈ വേദഭാഗം വായിക്കാതെ ആ വേദഭാഗത്തിന് ഒരുമിച്ച് ചേരുന്ന ഒരു വാക്ക് ഞാൻ ഓർമ്മിപ്പിക്കുന്നു. ഹാബേൽ ദൈവസന്നിധിയിൽ അർപ്പിച്ച കുഞ്ഞാണ്. നമ്മുടെ സഭാ പാരമ്പര്യത്തിൽ നമ്മൾ ഒരുമിച്ച് പറയും ഹാബേലിന്റെ കുഞ്ഞാണ്. ദ ലാം ഓഫ് ഏബൽ ദാറ്റ് ഹി ഓഫേർഡ് ബിഫോർ ഗോഡ് ഓൾമൈറ്റി. അവൻ സർവശക്തനായ ദൈവത്തിന്റെ സന്നിധിയിൽ സമർപ്പിച്ച ഹാബേൽ ദൈവത്തിന് സമർപ്പിച്ച കുഞ്ഞാണ്. ഇതാണ് ഒന്നാമത്തെ വിഷയം. രണ്ടാമത്തെ വിഷയം ഉൽപ്പത്തി പുസ്തകം തന്നെ 8-ാം അധ്യായം 11 മുതലുള്ള വാക്യങ്ങൾ. ദൈവസന്നിധിയിൽ വഴിപാടർപ്പിക്കുന്ന നോഹ, അല്ലെങ്കിൽ നോഹയുടെ വഴിപാട്, ദ ഓഫറിംഗ്സ് ഓഫ് നോവ. ഉൽപ്പത്തി പുസ്തകം തന്നെ 8-ാം അധ്യായം 11 മുതലുള്ള വാക്യങ്ങളിൽ വിവരിക്കുന്നു. മൂന്നാമത് എനിക്ക് പറയുവാനുള്ളത് മോറിയാമലയുടെ ഉത്തന്റെ ശൃംഗത്തിൽ ബലിയർപ്പിച്ച അബ്രഹാമിനെ കുറിച്ചാണ്. ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം 8 മുതലുള്ള വാക്യങ്ങളിൽ ഇത് പ്രതിപാദിക്കപ്പെടുന്നു. അബ്രഹാമിന്റെ ബലി. 3 പ്രധാന സംഗതികളാണ് ഈ സന്ധ്യയിൽ ചിന്തിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. ഹാബേലിന്റെ കുഞ്ഞാട്, നോഹയുടെ വഴിപാട്, അബ്രഹാമിന്റെ ബലി. എന്റെ കൂടെ ഞാനിനി പറയുന്ന സമയത്ത് ഉച്ചത്തിൽ പറഞ്ഞില്ലെങ്കിലും മനസ്സിലെങ്കിലും ഒന്ന് ആവർത്തിക്കുക ഈ 3 വാക്കുകൾ. ഹാബേലിന്റെ കുഞ്ഞാട്, നോഹയുടെ വഴിപാട്, അബ്രഹാമിന്റെ ബലി. ലാം ഓഫ് ഏബൽ, ഓഫറിംഗ്സ് ഓഫ് നോവ and the sacraments of Abraham. ഹാബേലിൻ കുഞ്ഞാടും നോഹിനുടെ കാഴ്ചയാകും കൈകൊണ്ട കർത്താവേ, നോൻപും പ്രാർത്ഥനയും ശുശ്രൂഷയ്ക്ക് വേണ്ടി പുരോഹിതൻ മദ്ബഹയിൽ പ്രവേശിക്കുന്നു. ആദാമും ഹവ്വായും മുതൽ ഇന്നുവരെ ദൈവസന്നിധിയിൽ ദൈവത്തിന് ഹിതകരമായി ജീവിച്ച സർവരെയും, സൃഷ്ടിയുടെ ആരംഭം മുതൽ ഇന്നുവരെയുള്ള എല്ലാവരെയും ദൈവതിരുസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് ധൂപാർപ്പണ നടത്തി പുരോഹിതൻ വിശുദ്ധ മദ്ബഹയിൽ വിശുദ്ധ കുർബാന പരസ്യമായി ആരംഭിക്കുന്നതിന് മുൻപേ ഒരുക്ക ശുശ്രൂഷ നടത്തുമ്പോൾ വിശ്വാസികൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്. സർവശക്തനായ ദൈവമേ, അവിടുന്ന് സ്വീകരിക്കണമേ ഞങ്ങളുടെ പ്രാർത്ഥന. ഞങ്ങൾ അനുഷ്ഠിക്കുന്ന നോയമ്പും തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്ന ബലിയും അവിടുന്ന് സ്വീകരിക്കണമേ. ഏതുപോലെ അവിടുന്ന് ഹാബേലിന്റെ കുഞ്ഞാടിനെ സ്വീകരിച്ചതുപോലെ, നോഹയുടെ വഴിപാട് അവിടത്തേക്ക് ഹിതകരമായതുപോലെ, മോറിയാമലയുടെ ഉത്തന്റെ സ്വന്തത്തിൽ സ്വന്തം പുത്രനായ ഇസഹാക്കിനെ ബലി കഴിക്കുവാൻ മടി കാണിക്കാതെ അബ്രഹാമിന്റെ ബലി പോലെ നീ സ്വീകരിക്കണമേ ഞങ്ങളുടെ നോമ്പും പ്രാർത്ഥനയും നമസ്കാരവും. സഹോദരങ്ങളെ, പൗരസ്ത്യ പാരമ്പര്യത്തിൽ ആരാധിക്കുന്ന ജനസമൂഹത്തിന്റെ അതിശ്രേഷ്ഠമായ 3 മാതൃകകളാണിത്. ഒന്നാമത്തെ വിഷയത്തിലേക്ക് നമുക്ക് വരാം. വേദപുസ്തക ചരിത്രത്തിൽ ആരാധനയുടെ പ്രഥമ ചരിത്രം വെളിവാക്കുന്ന ഏറ്റവും സവിശേഷമായ സന്ദർഭമാണ്
ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം. ദൈവമായ കർത്താവ് ആദമിനും ഹവ്വയ്ക്കും 2 സന്താനങ്ങളെ നൽകി, കായേനും ഹാബേലും. ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായത്തിൽ വിവരിക്കുന്നു, ഹാബേലിന്റെയും കായേന്റെയും മനസ്സിലൊരു ചിന്ത, യഹോവയ്ക്ക് വഴിപാടർപ്പിക്കണം. കായേൻ കർഷകനാണ്, ഹാബേൽ ആട്ടിടയനാണ്. ഈ കഥകൾ ഞാൻ വിവരിക്കേണ്ട ആവശ്യമില്ല. സൺഡേ സ്കൂളിൽ 2ാം ക്ലാസ് മുതൽ പഠിക്കുന്നതാണ് ഹാബേലിന്റെയും കായേന്റെയും വഴിപാടിനെ കുറിച്ച്. ദൈവസന്നിധിയിൽ കായേനും ഹാബേലും ചെന്നു. കർഷകനായ കായേൻ അവന്റെ കാർഷിക വസ്തുവകകളിൽ നിന്ന് ചിലതെടുത്ത് ദൈവത്തിന് സമർപ്പിച്ചു. ഹാബേൽ അവന്റെ ആട്ടിൻപറ്റത്തിൽ നിന്ന് ശ്രേഷ്ഠമായ ഒരു ആട്ടിൻകുഞ്ഞിനെയും ദൈവത്തിന് സമർപ്പിച്ചു. എന്നാൽ വേദപുസ്തകം പറയുന്നു, യഹോവ കായേനിലും അവന്റെ വഴിപാടിലും പ്രസാദിച്ചില്ല. യഹോവ കായേനിലും അവന്റെ വഴിപാടിലും പ്രസാദിച്ചില്ല. എന്നാൽ വീണ്ടും പറയുന്നു, യഹോവ ഹാബേലിലും അവന്റെ വഴിപാടിലും പ്രസാദിച്ചു. ഇതാണ് വേദപുസ്തക ചരിത്രത്തിൽ ആരാധനയുടെ പ്രഥമ സന്ദർഭം വിവരിക്കുന്ന ഏറ്റവും സവിശേഷമായ വിവരണം. സഹോദരങ്ങളെ, നന്നേ ചെറുപ്പത്തിൽ മനസ്സിൽ അങ്കുരിച്ച ഒരു സന്ദേഹം നിങ്ങളോടൊത്ത് പങ്കുവയ്ക്കട്ടെ. ദൈവം തമ്പുരാന് ആദ്യം മുതലേ ഈ കർഷകരോട് താല്പര്യമില്ലേ? എന്തിനാണ് ദൈവം ഈ പാവപ്പെട്ട കായേന്റെ വഴിപാട് നിരസിച്ചത്? നമ്മുടെയൊക്കെ പള്ളികളിൽ ആദ്യഫല പെരുന്നാളുണ്ട്. ആദ്യഫല പെരുന്നാളിന് കപ്പയും കാച്ചിക്കായും ചേരിയും വാഴക്കുലയും ഒക്കെ ദൈവസന്നിധിയിൽ കൊണ്ടുവരും. സാധാരണ കർഷകൻ അവൻ എന്തോ ഒരു ആത്മാർത്ഥതയോടെ ഉള്ളത് മുഴുവൻ ദൈവസന്നിധിയിൽ കൊണ്ടുവരുന്നതാണ്. എന്നാൽ ആദ്യഫലം തരുന്ന, അധികം ആദ്യഫലം കൊണ്ടുവരുന്ന പലരെക്കായും അച്ഛനിഷ്ടം അതിനനുയോജ്യമായി കൂടുതൽ പണം തരുന്നവരെയാണ്. കർഷകൻ എപ്പോഴും ഒരു അവഗണനയാണ്. അങ്ങനെ ഒരു അവഗണന സൃഷ്ടിയുടെ ആരംഭത്തിലേ ഉണ്ടോ? ദൈവം എന്തിനാണ് കായേനെ നിരസിച്ചത്, അവന്റെ വഴിപാടിനെ നിരസിച്ചത്? അതേസമയം ദൈവം ഹാബേലിലും അവന്റെ വഴിപാടിലും പ്രസാദിച്ചു. വളരെ പ്രസക്തമായ ഒരു ചോദ്യം വേദപുസ്തകത്തിന്റെ ആരംഭത്തിൽ തന്നെ ഉയരുകയാണ്. ദൈവം എന്തിനാണ് കായേനെ നിരസിച്ചത്? സൺഡേ സ്കൂളിൽ അധ്യാപകർ ഇത് പഠിപ്പിച്ചപ്പം അധ്യാപകരോട് ചോദിച്ചു, എന്തിനാണ് കായേനെ ദൈവം നിരസിച്ചത്? അങ്ങേർക്ക് അരിശം വന്നു. അങ്ങേര് പറഞ്ഞു, ഇങ്ങനത്തെ ചോദ്യം സൺഡേ സ്കൂളിൽ ആവർത്തിക്കരുത്. ആവർത്തിച്ച് ചോദിച്ചപ്പം അധ്യാപകൻ പറഞ്ഞു, അതിനൊരു കാരണമുണ്ട്. എലി കടിച്ചതും മോശവുമായതൊക്കെ ആയിരിക്കാം കായേൻ കൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് കായേൻ തിരസ്കരിക്കപ്പെട്ടത്. പക്ഷെ സഹോദരങ്ങളെ, വേദപുസ്തകം അങ്ങനെ പഠിപ്പിക്കുന്നില്ല. എന്താണ് കായേൻ തിരസ്കരിക്കപ്പെട്ടതിന്റെ കാരണം? ഇത് പഠിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ആരാധനാ ജീവിതത്തിന്റെ അർത്ഥതലം നമുക്ക് മനസ്സിലാകുന്നത്. എബ്രായ ഫിലോസഫീസ്, പ്രത്യേകിച്ച് എബ്രായ റബിമാര് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിശകലനമുണ്ട്. എബ്രായ റബിമാര് പറയുന്നത് എന്താണെന്നോ, ദൈവം കായേന്റെ ബലി നിരസിച്ചതിനൊരു റെട്രോസ്പെക്റ്റീവ് റീസൺ ഉണ്ട്. ഒറ്റുമുണ്ടായ റെട്രോസ്പെക്റ്റീവ് റീസൺ ഇൻ അക്കോർഡൻസ് വിത്ത് ഹെബ്രായിക് റിലീജിയസ് ട്രഡീഷൻ. ദൈവത്തിന് എന്തെങ്കിലും ഒന്ന് സമർപ്പിക്കുന്നുവെങ്കിൽ അത് രക്താർപ്പിതമായിരിക്കണം. രക്തത്തോടുകൂടിയുള്ള ബലിയാണ് യഹൂദന്റെ ആരാധന ചരിത്രത്തിൽ ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്ന പാരമ്പര്യം. അതുകൊണ്ടാണ് അവൻ കുറുപ്രാവിനെയോ കാളക്കുട്ടിയെയോ ആട്ടുകൊറ്റനെയോ ആണ് ബലിപീഠത്തിന്റെ മുകളിൽ അർപ്പിക്കുന്നത്. ഈ ഒരു പാരമ്പര്യത്തിന്റെ മുൻകാല സാദൃശ്യമായി ദൈവസന്നിധിയിൽ ആരാധനയ്ക്ക് വേണ്ടി വന്നപ്പോൾ ഹാബേലാണ് രക്താർപ്പിതമായ ഒരു വസ്തുവിനെ സമർപ്പിച്ചത്. അതുകൊണ്ടാണ് ദൈവം രക്താർപ്പിതമായ വസ്തുവിനെ ബലിയായി സ്വീകരിക്കുന്നതിന്റെ മുന്നോടിയായിട്ടാണ് ദൈവം ഹാബേലിനെ സ്വീകരിച്ചതും കായേനെ നിരസിച്ചതുമെന്നുമാണ് ഇന്നും എബ്രായ റബിമാര് പഠിപ്പിക്കുന്നത്. എന്നാൽ സഹോദരങ്ങളെ, നമുക്ക് ഈ ഒരു വിശകലനം സ്വീകാര്യോഗ്യമല്ല. കാരണം ഇന്ന് വിശുദ്ധ കുർബാന അർപ്പിച്ചപ്പോഴും നമ്മൾ ചൊല്ലി, ദൈവമായ കർത്താവേ, ഈ രക്തരഹിതമായ ബലി തിരുസന്നിധിയിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങൾ തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നത് രക്താർപ്പിത ബലി അല്ല, മറിച്ച് അപ്പവും വീഞ്ഞും സമർപ്പിച്ചുകൊണ്ട് ഞാൻ നിങ്ങളും ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ അത് രക്തരഹിതമായ ബലിയാണ്. അതുകൊണ്ട് പുതിയ നിയമസഭയെ സംബന്ധിച്ച് എബ്രായ റബിയുടെ ഈ വിശകലനം യോഗ്യമല്ല. എന്താണ് കാരണം? അതിനേക്കാൾ ഉപരി ജനറ്റിക് എഞ്ചിനീയറിംഗ് ഒക്കെ വളരെ വലുതായതുകൊണ്ട് നമുക്ക് ഇന്ന് നമുക്കറിയാം, ആട്ടിൻകുട്ടിക്ക് ജീവനുണ്ട് എന്ന് പറയുന്നത് പോലെ തന്നെ ആച്ചിക്കായ്ക്കും ജീവനുണ്ട്, ചേനയ്ക്കും ജീവനുണ്ട്. ജീവനില്ല എന്ന് പറഞ്ഞ് ഒരു ഫലത്തെ നമുക്ക് മാറ്റിവെക്കുവാൻ ഒക്കത്തില്ല. സൃഷ്ടിയുടെ വലിയ പ്രതീകം തന്നെയാണ് ഇതൊക്കെ. ഞാൻ ഈ വിശകലനം നടത്തുന്നില്ല, മറിച്ച് ഇതിന് മറ്റൊരു കാരണമുണ്ട്. എന്താണ്
ദൈവം ഹാബേലിനെ സ്വീകരിച്ചതിന്റെ കാരണം, കായേനെ നിരസിച്ചതിന്റെ കാരണം? ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം 6-ാമത്തെ വാക്യം. എന്നാലേ യഹോവ കായേനോട്, കായേനെ നീ കോപിക്കുന്നത് എന്ത്? നിന്റെ മുഖം വാടുന്നതെന്ത്? കായേനെ നീ കോപിക്കുന്നത് എന്ത്? നിന്റെ മുഖം വാടുന്നതെന്ത്? അടുത്ത ചോദ്യം വളരെ രസകരമാണ്. നിന്റെ മുഖം വാടുന്നത് എന്താണ്? നീ കോപിക്കുന്നത് എന്താണ്? വീണ്ടും യഹോവ അരുളി ചെയ്യുന്നു, ദൈവത്തിന് പ്രസാദകരമായത് നീ ചെയ്തിരുന്നുവെങ്കിൽ, നീ നന്മ ചെയ്തിരുന്നുവെങ്കിൽ ദൈവത്തിന് പ്രസാദകരമായിരുന്നേനെ. തിന്മ ചെയ്യുന്നുവെങ്കിലോ പാപം വാതിൽക്കൽ കിടക്കുന്നു. അതിന്റെ ആഗ്രഹം നിങ്കലേക്കാകുന്നു. ഇതാണ് സഹോദരങ്ങളെ ആധ്യാത്മിക ജീവിതത്തിന്റെ അടിസ്ഥാനം, പ്രാർത്ഥനയുടെ അടിസ്ഥാനം, വിശുദ്ധ ജീവിതത്തിന്റെ അടിസ്ഥാനം. വേദപുസ്തകം വിളിച്ചു പറയുന്നു, യഹോവ കായേനെ നിരസിച്ചു, ആ കൂടെ കായേന്റെ വഴിപാടും നിരസിച്ചു. യഹോവ ഹാബേലിനെ സ്വീകരിച്ചു, അതിന്റെ കൂടെ ദൈവം ഹാബേലിന്റെ വഴിപാട് സ്വീകരിച്ചു. ഒന്നാമത് ഞാൻ പറയുന്നു, ദൈവത്തിന് വഴിപാട് വസ്തുവിനേക്കാൾ ആവശ്യം വഴിപാട് അർപ്പിക്കുന്ന എന്നെയും നിങ്ങളെയുമാണ്. അർപ്പിത വസ്തുവിനേക്കാൾ ഉപരി ദൈവം നോക്കുന്നത് അർപ്പകനെയാണ്. അർപ്പിത വസ്തുവിന്റെ മേന്മ അർപ്പകന്റെ മാനസിക നിലയനുസരിച്ചിരിക്കും. അതുകൊണ്ടാണ് യേശു ക്രിസ്തു വിളിച്ചു പറഞ്ഞത്, ഹൃദയശുദ്ധിയുള്ളവർ അവരാരെ കാണും? ദൈവത്തെ കാണും. ഞാനും നിങ്ങളും ദൈവത്തെ കാണുന്നില്ല എന്നതിന്റെ പ്രധാന പ്രശ്നം നമുക്ക് എന്നായില്ല, ഹൃദയശുദ്ധിയില്ല. ദൈവം കായേനെ നോക്കി, ദൈവം കായേനോട് ഇടപെട്ടു. അവന്റെ ഹൃദയം തിന്മ കൊണ്ട് നിറഞ്ഞിരിക്കുന്നുവെന്ന് മനസ്സിലായതുകൊണ്ടാണ് അവൻ അർപ്പിച്ച വസ്തുക്കളെ സ്വീകരിക്കുവാൻ ദൈവം തയ്യാറല്ല. അതുകൊണ്ടാണ് സർവശക്തൻ അരുൾ ചെയ്യുന്നത്, നീ നന്മ ചെയ്യുന്നുവെങ്കിൽ ദൈവപ്രസാദം നിനക്ക് ലഭിക്കും, തിന്മ ചെയ്യുന്നുവെങ്കിലോ പാപം വാതിൽക്കൽ കിടക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളെ, ആരാധിക്കുന്ന നമ്മൾ ചൊല്ലുന്ന പാട്ടിനോടൊപ്പം, നമ്മുടെ പ്രാർത്ഥനാ ശബ്ദത്തോടൊപ്പം നമ്മുടെ ഹൃദയം ദൈവസന്നിധിയിൽ നിർമ്മലമല്ലെങ്കിൽ നമ്മുടെ വാക്കുകളും നമ്മുടെ ഗാനങ്ങളും സർവശക്തൻ സ്വീകരിക്കത്തില്ല. കാരണം ദൈവത്തിന് വേണ്ടിയത് അർപ്പിത വസ്തുവിനേക്കാൾ ഉപരി ആരെയാണ്? അർപ്പകനെയാണ്. അതാണ് വേദപുസ്തകം പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് പുതിയ നിയമസഭ പറയുന്നത്, നീയാണ് ബലിവസ്തു, നീയാണ് ബലിപീഠം, നീയാണ് ബലി. ആരാണ്? സർവശക്തനായ ദൈവം മനുഷ്യനായി തീർന്നു. നമുക്ക് വേണ്ടി അർപ്പകനും ബലിയും സ്വീകാരികനുമായി തീർന്നു. അവിടെയാണ് സഹോദരങ്ങളെ സമർപ്പണത്തിന്റെ പൂർണ്ണത വേദപുസ്തകം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ഞാൻ ഓർമ്മിപ്പിച്ചു, യേശു ക്രിസ്തുവിന് ആവശ്യം, സർവശക്തനായ ദൈവത്തിന് ആവശ്യം എന്റെയും നിങ്ങളുടെയും സമർപ്പിത വസ്തുക്കളായ ഈ ലോകത്തിന്റെ വസ്തുവകകളെക്കാൾ ഉപരി നാം അർപ്പിക്കുന്നത് ഏത് തരത്തിലാണ്? ആ തലമാണ് നമ്മുടെ വ്യക്തി ജീവിതത്തിന്റെ വിശുദ്ധിയാണ് ദൈവം ആഗ്രഹിക്കുന്നത്. സഹോദരങ്ങളെ, രണ്ടാമത് എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്? ഈ വേദഭാഗം വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നു. നന്മ ചെയ്തുകൊണ്ട് നീ വഴിപാട് വസ്തുവുമായി ദൈവസന്നിധിയിൽ വരണം. ഇത് മനസ്സിലാക്കാൻ പുതിയ നിയമത്തിലേക്ക് ഞാൻ വരികയാണ്. യേശു ക്രിസ്തു പറഞ്ഞു, നീ യാഗപീഠത്തിലേക്ക് വഴിപാടുമായി വരുന്ന സമയത്ത് വഴിയിൽ വെച്ച് നിനക്ക് സഹോദരനോട് ഭിന്നത ഉണ്ടായെന്ന് തോന്നിയാൽ എന്നാടുക്കണം? നിന്റെ അർപ്പിത വസ്തു വഴിയിൽ വെച്ചിട്ടോ നീ ചെന്ന സഹോദരനോട് നിരന്നുകൊള്ളുക. ഈ നിരന്നുകൊള്ളുക എന്ന വാക്ക് മലയാളത്തിൽ രണ്ടർത്ഥമാണ്. നിരപ്പാക്കുക എന്ന് പറഞ്ഞാൽ എന്നാ? ഇതാ ഇപ്പൊ നമ്മൾ ചെയ്യുന്നത്. നമ്മൾ പള്ളിയിലോട്ട് പോകുന്ന സമയത്താണ് സഹോദരനോടുള്ള പ്രശ്നം നമുക്ക് തോന്നിയത്. ചെന്നവനെ നിരപ്പാക്കിയിട്ട് നമ്മൾ തിരികെ പറഞ്ഞു. ഇതാണ് ഇന്ന് നിലവിലിരിക്കുന്ന ആധ്യാത്മികത. എന്നാൽ യേശു ക്രിസ്തു പറഞ്ഞത് അതല്ല. നീ ആരാധനയ്ക്ക് വേണ്ടി ദൈവസിംഹാസനത്തിന്റെ അടുത്തേക്ക് വരുന്നതിന് മുൻപ് നീ സഹോദരനുമായി അനുരഞ്ജനപ്പെടുക. കാരണം ഇത് നിരപ്പിന്റെ ശുശ്രൂഷയാണ്, ഇത് അനുരഞ്ജനത്തിന്റെ ശുശ്രൂഷയാണ്. അതുകൊണ്ടാണ് യഹോവയായ ദൈവം കായേനെ നോക്കി അവന്റെ മനസ്സ് മുഴുവൻ ഹാബേലുമായിട്ടുള്ള സ്പർദ്ധ നിലനിൽക്കുകയാണ്. ഈ തിന്മ മനസ്സിൽ വെച്ചുകൊണ്ട് അവൻ അർപ്പിത വസ്തുവുമായി ദൈവസന്നിധിയിൽ വന്നപ്പോൾ ദൈവം കായേന്റെ മനസ്സറിയുന്നു.
അതുകൊണ്ട് ദൈവം കായേനെ സ്വീകരിച്ചില്ല, കായേന്റെ വഴിപാടിലും പ്രസാദിച്ചില്ല. അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളെ, ഇന്ന് നമുക്ക് സംഭവിച്ചിരിക്കുന്ന വലിയ ഗതികേട് ഇതാണ്. നമ്മുടെ പുറമേയുള്ള ഭാവം വളരെ വ്യക്തം, പക്ഷെ ഉള്ള ദൈവത്തിൽ നിന്ന് മാറിയിരിക്കുന്നു. അതുകൊണ്ട് നന്മ ചെയ്യുവാൻ പ്രയാസകരമായ നമ്മുടെ ആരാധന ജീവിതം, നമ്മുടെ ആധ്യാത്മികത ദൈവഹിതത്തിന് ചേരാതെ ദൈവഹിതത്തിന് ഇഷ്ടകരമല്ലാതെ മാറിയിരിക്കുകയാണ്. യഹോവയാം ദൈവം കായേനിലും അവന്റെ വഴിപാടിലും പ്രസാദിക്കാതിരുന്നതിന്റെ രണ്ട് കാരണം: ഒന്ന്, അവന്റെ ഹൃദയം ദൈവത്തിൽ നിന്ന് മാറിപ്പോയി. ദൈവത്തിന് വേണ്ടിയത് അർപ്പിത വസ്തുവിനേക്കാൾ ഉപരി അർപ്പകനെയാണ്. രണ്ടാമത്, അവന്റെ ബന്ധങ്ങൾ, അവൻ സഹോദരനുമായിട്ടുള്ള ബന്ധത്തിൽ തിന്മ പ്രവർത്തിച്ചുകൊണ്ട് ആരാധനയ്ക്ക് വേണ്ടി കടന്നു വന്നപ്പോൾ അവനെയും ദൈവം നിരസിച്ചു, അവന്റെ അർപ്പിത വസ്തുവിനെയും സ്വീകരിച്ചില്ല. എന്നാൽ നിർമ്മലനായ ഹാബേല് അവനോടൊപ്പം കുഞ്ഞാടിനെയും സമർപ്പിച്ചു. എന്നതാ ഞാൻ പറഞ്ഞേ? നിർമ്മലനായ ഹാബേല് അവനോടൊപ്പം ആദ്യം സമർപ്പിച്ചത് ആരെയാണ്? ഹാബേലിനെ. എന്നെ തന്നെ സന്നിധിയിൽ ഇതെല്ലാവരും ഇത് പഠിക്കും. സാധാരണ നമ്മൾ പഠിച്ചിരിക്കേണ്ട ഒരു നല്ല അപ്രേമിന്റെ ബോഗോസയിൽ അപേക്ഷയിൽ വളരെ പ്രധാനപ്പെട്ടതെന്നാണ്. ആവർത്തിച്ച് ഉരുവിടുവാൻ ഏറ്റവും അനുയോജ്യമായ ഒരു പാഠം. എന്നെ തന്നെ സന്നിധിയിൽ കാഴ്ചയാണ് പാരും നാഥ, എന്നേക്കു സുഖം സഹോദരങ്ങളെ, ഈ ഒരു സമർപ്പണമാണ് സ്വയമേവ ദൈവസന്നിധിയിൽ അർപ്പിക്കുന്ന ആരാധനയാണ് ദൈവത്തിന് വേണ്ടിയത്. ഇത് ഹാബേല് അർപ്പിച്ച കുഞ്ഞാടി അവനും ദൈവസന്നിധിയിൽ സ്വീകരിക്കപ്പെട്ട വഴിപാടിന്റെ പശ്ചാത്തലം നമ്മെ പഠിപ്പിക്കുന്നു. എന്നാൽ ഇന്ന് നമ്മൾ അഭിമുഖീകരിക്കുന്ന വലിയ പ്രശ്നം, നമ്മുടെ ഹൃദയം ആരാധനയിൽ നിന്ന് മാറി. നമ്മുടെ സ്വഭാവം, നമ്മുടെ ബന്ധങ്ങൾ നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിന് വിരുദ്ധമായി തീർന്നു. സഹോദരങ്ങളെ, ഏറ്റവും വലിയ പാപം എന്താണ്? കുല ചെയ്യുന്നതും വ്യഭിചാരം ചെയ്യുന്നതും മാതാപിതാക്കളെ അനുസരിക്കാതിരിക്കുന്നതും, അങ്ങനെ കൽപ്പന ലംഘനത്തിന്റെ വലിയ പട്ടിക, പാപത്തിന്റെ പട്ടികയിൽ നമുക്ക് കാണാം. എന്നാൽ നസ്രായക്കാരൻ വിളിച്ചു പറഞ്ഞ വലിയൊരു പാപമുണ്ട്. കൽപ്പന ലംഘിക്കുന്നതിനേക്കാൾ ഉപരി അതിലും ശക്തമായി യേശുക്രിസ്തു വിമർശിച്ച ഒരു പാപമുണ്ട്. അതാണ് കപടഭക്തി. ഇന്ന് നമ്മെ ഗ്രസിച്ചിരിക്കുന്ന വലിയൊരു പ്രതിസന്ധി കപടഭക്തിയാണ്. ഞാന് നിങ്ങൾ ഓർക്കണം, നമ്മൾ നസ്രാണികളാണ്, ഓർത്തഡോക്സുകാരാണ്, വിശ്വാസത്തിന്റെ വലിയ വീരത്വത്തെ കുറിച്ച് പറയുന്നവരാണ്. മറ്റുള്ളവരുടെ മുമ്പിൽ പ്രതിദിന ആരാധനയ്ക്കും ഞായറാഴ്ച പള്ളിയിൽ വരുന്നതിലും ചുമതലക്കാരനായി വിലസുന്നതിലുമൊക്കെ നമ്മൾ ഏറ്റവും മുമ്പിലാണ്. പക്ഷേ ദൈവം അറിയുന്നു എവിടെ? നമ്മുടെ ഹൃദയത്തെ അറിയുന്നു. അതുകൊണ്ടാണ് സഹോദരങ്ങളെ, ആന്തരിക വ്യതിയാനമില്ലാത്ത ആരാധന, അതാണ് വലിയ പാപം. യേശുക്രിസ്തു ഏറ്റവും അധികം എതിർത്തത് ഇതിനെയാണ്. പരീശന്മാരും സാധുക്യരും ജീരകത്തിന് വരെ പതാരം കൊടുക്കുന്നവരാണ്. വെരി റിലീജിയസ്, നൈസ് ആൻഡ് റിലീജിയസ് പീപ്പിൾ, ബട്ട് യു നോ ജീസസ് കോൾഡ് ദം ഹിപ്പോക്രൈറ്റ്. യേശുക്രിസ്തു അവരെ വിളിച്ചത് കപടഭക്തന്മാരെ എന്നാണ്. വ്യഭിചാരം ചെയ്ത പാപിനിയായ സ്ത്രീയോട് കർത്താവ് പറഞ്ഞു, മകളെ, അധികം പാപം ചെയ്യരുത്. ചുങ്കക്കാരനായി യെരൂശലേമിന്റെ സമൂഹത്തിൽ നിന്ന് വേർതിരിക്കപ്പെട്ട മനുഷ്യനോട് കർത്താവ് പറഞ്ഞു, എനിക്കൊരാഗ്രഹമുണ്ട്, നീ ആ അത്തിയിൽ നിന്നൊന്ന് ഇറങ്ങി വരികയാണെങ്കിൽ ഞാനിന്ന് നിന്റെ വീട്ടിൽ വരാം. അത്തിയിലകളാൽ ദൈവസന്നിധിയിൽ നിന്ന് സ്വയമേവ മറയ്ക്കപ്പെട്ടവൻ. പക്ഷെ ഓർക്കണം, എത്ര അത്തിയിലയുടെ ഉള്ളിൽ കയറി ഒളിച്ചാലും നസ്രായക്കാരന്റെ മുമ്പിൽ നിന്ന് ഓടി ഒളിക്കുവാൻ ആർക്കും സാധിക്കത്തില്ല. അതുകൊണ്ടാണ് യേശു അത്തിയുടെ ചുവട്ടിൽ നിന്നു സഖായിയോട് പറഞ്ഞു, വേഗം ഇറങ്ങി വരിക, ഞാനിന്ന് നിന്റെ ഭവനത്തിലേക്ക് വരികയാണ്. അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളെ, കൂനിയായ സ്ത്രീയോട് സ്നേഹത്തോടെ അവൻ ഇടപെട്ടു. സഖായിയുടെ ഭവനത്തിൽ അവൻ അധിവസിച്ചു. പാപിനിയോട്, മകളെ, അധികം പാപം ചെയ്യരുതെന്ന് പറഞ്ഞു. അതേസമയം കവലയിൽ നിന്ന് ഉച്ചത്തിൽ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുകയും നോയമ്പെടുക്കുന്ന ദിവസങ്ങളിൽ മുഖത്ത് പച്ച തേക്കുകയും അവരുടെ വസ്ത്രങ്ങൾക്ക്, മന്ത്രപ്പട്ടകൾക്ക് വീതി
സർവസന്തതികളെയും. വരുവാനുള്ള കോപത്തെ വിട്ടൊഴിയണം. ഏറ്റവും രൂക്ഷമായ വാക്കുകളാണ് യേശുക്രിസ്തു കപടഭക്തന്മാരെ കുറിച്ച് ഉപയോഗിച്ചത്. ഞാനും നിങ്ങൾ ഓർക്കണം, നമ്മുടെ ആധ്യാത്മികത കേവലം കപടഭക്തിയാണ്. കേവലം സ്ഥാപന രംഗമ വസ്തുക്കളും ആധ്യാത്മികതയുടെ വിവിധങ്ങളായ രംഗങ്ങളും അത് മാത്രമേ നമ്മെ ബാധിക്കുന്നുള്ളൂ. സഹോദരങ്ങളെ, ഇത് വളരെയധികം ഭംഗിയായി ആത്മ നിയന്ത്രണത്തോടുകൂടി പരിശോധിക്കപ്പെടേണ്ട വിഷയമാണ്. നാം ബന്ധപ്പെടുന്ന മനുഷ്യർ, ഞാനും നിങ്ങൾ ഇടപെടുന്ന മനുഷ്യർ, അവരുടെ മുമ്പിൽ ദൈവീകത പ്രസരിക്കാൻ നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ സഹോദരങ്ങളെ, സൃഷ്ടി മുഴുവൻ നശിച്ചു പോകും. പരിശുദ്ധനായ പാമ്പാടി തിരുമേനി, അദ്ദേഹത്തിന്റെ കബറിടത്തിന്റെ തൊട്ടടുത്താണ് എന്റെ വീട്. ഞാൻ തിരുമേനിയെ കണ്ടിട്ടില്ല, എന്നാൽ തിരുമേനിയെ കുറിച്ച് അനേക കാര്യങ്ങൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. MD സ്കൂളിലെ കുറെ വിദ്യാർത്ഥികൾ ഒരു അധ്യാപകന്റെ നേതൃത്വത്തിൽ പാമ്പാടി ദേറ സന്ദർശിക്കാൻ ചെന്നു. വർഷങ്ങൾക്ക് മുൻപാണ്. തിരുമേനിക്ക് വലിയ സന്തോഷമായി കുഞ്ഞുങ്ങളെ കണ്ടതിൽ. രാവിലെ എല്ലാവർക്കും ഇഡ്ഡലി സാമ്പാർ, ഇഷ്ടം പോലെ ഇഡ്ഡലി കഴിച്ചു. അതിനുശേഷം ഉച്ചയ്ക്ക് ആവശ്യത്തിന് ഭക്ഷണം കൊടുത്തു. സന്ധ്യാസമയത്ത് ബിസ്ക്കറ്റും കാപ്പിയും ഒക്കെ കൊടുത്തു. സന്ധ്യയ്ക്ക് തിരിച്ചു പോവുകയാണ്. തിരിച്ചു പോകാൻ നേരം അവരെ കൊണ്ടുവന്ന കുട്ടികളെ കൊണ്ടുവന്ന അധ്യാപകൻ ഒരു കൊച്ചിനെ പിടിച്ചുകൊണ്ട് വളരെ ആവശ്യപ്പെട്ട തിരുമേനിയുടെ മുമ്പിൽ കൊണ്ടുവന്നു. എന്നിട്ട് തിരുമേനിയുടെ മുമ്പിൽ നിന്നുകൊണ്ട് പയ്യനോട് പറഞ്ഞു, ഈ വിദ്യാർത്ഥിയോട് പറഞ്ഞു, ചോദിക്കണം, ക്ഷമ ചോദിക്കുന്നേ. ആകപ്പാടെ ഈ കുട്ടി കരയുകയാണ്. തിരുമേനി ചോദിച്ചു, എന്നെ കാര്യം? അപ്പൊ അധ്യാപകൻ പറഞ്ഞു, എന്റെ പൊന്നു തിരുമേനി, ക്ഷമിക്കണം. ഡയറായുടെ അരമനയോട് ചേർന്ന് ഒരു മുന്തിരിച്ചെടി തിരുമേനി നട്ടു വളർന്നു. ആ മുന്തിരിച്ചെടിയിൽ 2 മുന്തിരിങ്ങ കുലകൾ നല്ലതുപോലെ പഴുത്ത് കിടപ്പുണ്ടായിരുന്നു. രാവിലെ ഇഡലി കഴിച്ചു, ഉച്ചയ്ക്ക് നല്ല ഊണ് കഴിച്ചു, വൈകിട്ടും കാപ്പി കുടിച്ചു. പക്ഷെ ഈ കുസൃതി പയ്യൻ അവൻ ഇതിന്റെ കൂടെ ആ മുന്തിരിങ്ങാക്കൂടെ പഠിച്ചു. നമുക്കറിയാം, നാട്ടിൽ സാധാരണ മുന്തിരി ചുവട് പിടിക്കത്തില്ല. ചുവട് പിടിച്ച് അതൊന്ന് താഴ്ചാൽ എന്തൊരു ആഹ്ലാദമാണ്. നമ്മളത് പറക്കിയത് നോക്കി നിൽക്കും. ഈ പയ്യൻ മുന്തിരിങ്ങ പറിച്ചു. അധ്യാപകന്റെ മനസ്സിൽ എന്തൊരു വേദനയാണ്. കാരണം തിരുമേനി അത്ര ലാളിച്ച് ആഗ്രഹത്തോടെ വളർത്തിയൊരു സാധനം ഈ പയ്യൻ പറിച്ച് നശിപ്പിച്ചത്. ഒന്നുകിൽ അവന് തിരുമേനിയോട് ചോദിച്ചിട്ട് ചെയ്യാമായിരുന്നു. ന്യായമായ രീതിയിൽ നമ്മുടെയൊക്കെ എത്തിക്സ് അതാണ്, നമ്മുടെയൊക്കെ സാൻമാർഗികത. ഈ പയ്യൻ തിരുമേനിയോട് ചോദിച്ചിട്ട് ചെയ്യണമായിരുന്നു. സഹോദരങ്ങളെ, ഈ അധ്യാപകൻ ഇത്ര ആക്രോശിച്ച് ഈ കൊച്ചാകപ്പാടെ പേടിച്ചു പറിച്ചു നിൽക്കുമ്പോൾ തിരുമേനി ആ കൊച്ചിനെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, എന്റെ കുഞ്ഞെ, നിനക്കിത് വേണമെന്ന് എനിക്ക് തോന്നിയില്ലല്ലോ. എന്നാ പറഞ്ഞതിന്റെ അർത്ഥം? നിനക്കിത് വേണമെന്ന് എനിക്ക് തോന്നിയില്ലല്ലോ. അദ്ദേഹം മറ്റേ മുന്തിരിക്കുലൂടെ പറിച്ച് ഈ കുട്ടിക്ക് കൊടുത്തു. ഇതായിരുന്നു മലങ്കര സഭയിലെ പൂർവീക പിതാക്കന്മാരുടെ ആധ്യാത്മികതയുടെ അടിസ്ഥാനം. എന്നാൽ സഹോദരങ്ങളെ, ചേര വിഷമില്ലാത്തൊരു പാമ്പാണ്. പക്ഷേ അതിന്റെ തല കണ്ടില്ലെങ്കിൽ പലരും ചിന്തിക്കും ചേര മൂർഖനാണ്. മൂർഖന്മാർ സ്വൈര്യവിഹാരം നടത്തുമ്പോൾ ചേരകൾ തെറ്റിദ്ധരിക്കപ്പെടും. അതാണ് ഇന്നത്തെ കാലഘട്ടം. കപടഭക്തി കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ആധ്യാത്മികത സഭയുടെ സർവശക്തിയും നമ്മുടെ എല്ലാവരുടെയും ആധ്യാത്മിക ശക്തി നശിപ്പിച്ചു കളയും. സഹോദരങ്ങളെ, ഒന്നോർത്തു നോക്കിക്കേ. ദൈവീക സ്നേഹത്തിന്റെ ശ്രേഷ്ഠമായ പ്രതിഫലനങ്ങളാണ് ഞാൻ നിങ്ങൾ. അദ്ദേഹത്തെ കുറിച്ച്, പരിശുദ്ധനായ തിരുമേനിയെ കുറിച്ച് പറയുന്നത്, സാധാരണ രീതിയിൽ പ്രാവൊക്കെ മനുഷ്യന്റെ അരികെ വരും. എന്നാൽ മനുഷ്യനോട് ഒട്ടും അടുക്കാത്ത, ഒരു വിധത്തിലും മനുഷ്യനോട് അടുക്കാത്ത ഒരു പക്ഷിയാണ് ഈ കാക്ക. പക്ഷെ കാക്ക പോലും തിരുമേനിയുടെ കയ്യെ വന്നിരിക്കുമായിരുന്നു. ഇന്നത്തെ രീതിയിൽ പറഞ്ഞാൽ ഈ എൻവയൺമെന്റൽ തിയോളജി ഒക്കെ പഠിക്കുമ്പോൾ എത്രയോ ഭയങ്കരമാണ് ഈ പരിശുദ്ധന്മാരുടെ ജീവിതം. അവരുടെ അരികെ പ്രകൃതിയിൽ ഇണങ്ങാത്ത ജീവികൾ പോലും വിശുദ്ധന്മാരുടെ സംഗതിയിൽ അടുത്ത് വരും. കുഴിച്ചു വെച്ച ഒരു തെങ്ങിന്റെ മണ്ട പോയാൽ തിരുമേനി അതെ കെട്ടിപ്പിടിച്ച് കരയുമായിരുന്നെന്നാണ് പറയുന്നത്. അത്ര ബന്ധം ഈ സൃഷ്ടിയോട്. പക്ഷെ ഇന്ന് നമ്മുടെയൊക്കെ അരികെ ആര് വരും? പ്രാവ് വരത്തില്ല, കാക്ക വരത്തില്ല. ആകപ്പാടെ വരുന്ന 2 ജീവികളുണ്ട്, ഈച്ചയും പേനും. ഇത് 2 അടുത്ത് വരും. അത്രമാത്രം നമ്മള് ബാക്കി ഞാൻ പറയുന്നില്ല.
അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളെ, വേദപുസ്തകം പഠിപ്പിക്കുന്നു, ഹാബേലിന്റെ കുഞ്ഞാടിനെ സർവശക്തൻ സ്വീകരിച്ചു. ഹാബേലിന്റെ കുഞ്ഞാടിനെ സ്വീകരിച്ചതുപോലെ കർത്താവെ, അവിടുന്ന് ഞങ്ങളുടെ നോമ്പ് നമസ്കാരവും സ്വീകരിക്കണമേ. ഇതാണ് നമ്മുടെ പ്രാർത്ഥന, നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിന്റെ അടിസ്ഥാനം. കാരണം ഹാബേൽ ദൈവസന്നിധിയിൽ സമർപ്പിച്ചത് ആട്ടിൻകുട്ടിയെ മാത്രമല്ല, സ്വയമേ അവനെ തന്നെ സമർപ്പിച്ചു. അതിനേക്കാൾ വരി അവന്റെ മനസ്സോ ദൈവസന്നിധിയിൽ നന്മയുടെ പ്രതീകമായിരുന്നു. അതുകൊണ്ട് സർവശക്തൻ ഹാബേലിലും അവന്റെ കുഞ്ഞാടിലും സ്വീകരിച്ചു, ആ വഴിപാടിനെ സ്വീകരിച്ചു. ഇന്ന് ആന്തരിക വ്യതിയാനമില്ലാത്ത ആരാധന എന്നെയും നിങ്ങളെയും നശിപ്പിക്കുന്നു. യേശുക്രിസ്തു പറഞ്ഞ വാചകം വീണ്ടും ഞാൻ ആവർത്തിക്കട്ടെ: ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. സഹോദരങ്ങളെ, പ്രാർത്ഥന കച്ചവടമാകരുത്. ആധ്യാത്മിക ജീവിതം കേവല സ്ഥാപനജംഗമ വസ്തുക്കൾ നേടിയെടുക്കുവാനുള്ള മാർഗമാകരുത്. ഞാൻ ഒരു വലിയ വിശദീകരണം നൽകാതെ ഇത് മനസ്സിലാക്കാൻ വേണ്ടി ഒന്ന് പറയാം. ഇന്ന് നാടാട പ്രാർത്ഥനാ സംഘങ്ങളും അതുപോലെ തന്നെ കാരിസ്മാറ്റിക് മൂവ്മെന്റുകളും എല്ലാം ഉണ്ട്. യഥാർത്ഥത്തിൽ ഏറ്റവും വലിയ കാരിസ്മാറ്റിക് മൂവ്മെന്റ് പരിശുദ്ധ സഭയാണ്. യഥാർത്ഥത്തിൽ ഏറ്റവും അധികം കാരിസ്മാറ്റിക് ഇൻഫ്ലുവൻസസ് ഉണ്ടാകേണ്ടത് മാമോദീസ ഏറ്റ വ്യക്തികൾ വിശുദ്ധ ജീവിതം നയിച്ചാൽ അവരോട് അടുത്തു വരുന്നവർ ദൈവീക തേജസ് കാണും. അതാണ് മരുമല തിരുമേനിയിൽ നിന്നും പത്രോസ് മാർ ഉസ്താദ്യോസ് തിരുമേനിയിൽ നിന്നും പാമ്പാടി തിരുമേനിയിൽ നിന്നും വിശ്വാസികൾ സ്വീകരിച്ച ആധ്യാത്മികതയുടെ നിറവ്. അവർ ദൈവസന്നിധിയിൽ കണ്ടു വീണ് കരഞ്ഞു പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനയാണ് അവരുടെ വിശുദ്ധ ജീവിതത്തിന്റെ അടിസ്ഥാനമായി തീർന്നത്. എന്നാൽ ഇന്ന് നമ്മുടെ പ്രാർത്ഥനയും നമ്മുടെ സഭയുടെ ക്രമീകരണങ്ങളും വ്യക്തി ജീവിതത്തിന്റെ ആരാധനാ ക്രമീകരണങ്ങളും ഒക്കെ കേവലം കച്ചവട വസ്തുക്കളാക്കുന്നു. ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു, പക്ഷേ ഒന്നുകൂടെ ആവർത്തിക്കുന്ന ഒരു വിശദീകരണം. നമുക്ക് പ്രാർത്ഥനയ്ക്ക് രണ്ട് ശൈലികളുണ്ട്. വീട്ടിൽ പ്രാർത്ഥന തുടങ്ങുന്നത് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി എന്ന് പറഞ്ഞ അപ്പച്ചൻ തുടങ്ങുന്നു. ശുദ്ധമുള്ള പാവ വരെ ചൊല്ലും. ചിലപ്പോൾ നമ്മളൊന്ന് ഓർക്കുകയില്ല, ഞങ്ങൾക്കുള്ള കർത്താവെ ചൊല്ലിയോട് പോലും നമുക്ക് സംശയമാണ്. കാരണം തുടങ്ങി കിട്ടിക്കഴിഞ്ഞാൽ അങ്ങ് പോവുകയാണ്, അങ്ങ് പോകും, അറിയുന്നേയില്ല. ഇപ്പോൾ ഈ സീരിയലുകൾ അധികമായതുകൊണ്ട് പല വീട്ടിലും പ്രാർത്ഥനയുടെ സമയം, പണ്ട് ഈ കരട്ടിരപ്പുണ്ടാകുന്നത് കൊണ്ട് ആ സമയത്ത് പ്രാർത്ഥിക്കുമായിരുന്നു. എന്നാൽ ഇപ്പൊ അങ്ങനെയല്ല. വീട്ടിലൊക്കെ വഴക്കാണ്. 7 മണിക്ക് പ്രാർത്ഥിക്കാം എന്ന് അപ്പച്ചൻ പറയും, അല്ലെങ്കിൽ പിള്ളേർ അമ്മ പറയും. കാര്യം ന്യൂസ് അമ്മയ്ക്ക് വലിയ ഇഷ്ടമില്ല. അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട പല സീരിയലുകളുമുണ്ട്. 7 പ്രാർത്ഥിക്കാമെന്ന് അപ്പച്ചൻ പറയുമ്പോൾ അമ്മ പറയും വേണ്ട, എനിക്ക് അപ്പച്ചൻ പറയും എനിക്ക് ന്യൂസ് കാണാം. 7:30 പ്രാർത്ഥിക്കാമെന്ന് അമ്മ പറയുമ്പോൾ, അല്ലെങ്കിൽ അപ്പച്ചൻ പറയുമ്പോൾ അമ്മ പറയും വേണ്ട, സീരിയൽ കാണാം. ഇത് കേട്ടിരുന്ന മോൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, അപ്പച്ചൻ ന്യൂസും കണ്ടു, അമ്മ സീരിയലും കണ്ടു, ഇതിന്റെ ഓളി ഇച്ചിരി കുറച്ച് വെച്ചാൽ മതി, നമുക്കിത് കാണുകയും ചെയ്യാം, ആ കൂടെ പ്രാർത്ഥിക്കുകയും ചെയ്യാം. അങ്ങനെ ഒരു തലത്തിൽ ഓട്ടോസുകാരുടെ പ്രാർത്ഥന തീരുന്നുണ്ട്. മറ്റൊരു തരത്തിലുള്ള പ്രാർത്ഥനയ്ക്ക് പ്രചുരപ്രചാരം നാട്ടിൽ ലഭിക്കുന്നുണ്ട്. ഓരോരുത്തരുടെയും വീട്ടിലേക്ക് ചെന്ന് അവരുടെ പ്രത്യേക ആവശ്യങ്ങൾ മനസ്സിലാക്കി, വാഴ്ത്തപ്പെട്ട സ്വർഗീയ ദൈവമേ, ഈ ഭവനത്തെ മുഴുവനായി തിരുസന്നിധി സമർപ്പിക്കുന്നു, പ്രയാധിക്യത്തിൽ ഇരിക്കുന്നവരെ ക്രൂശിന്റെ മറവിൽ മറച്ചുകൊള്ളണമേ. അങ്ങനെ വൈകാരികമായ ഒരു പ്രാർത്ഥനയും നാട്ടിൽ നിന്ന് ഇഷ്ടം പോലെ ഉണ്ട്. രണ്ടിന്റെ ഈ തലം ആത്മീയമായി, പ്രത്യേകിച്ച് ഹൃദയബന്ധമില്ലാത്ത രണ്ട് പ്രാർത്ഥനയുടെയും തലം ഒരുപോലെ അധപ്പതിക്കുക. സഹോദരങ്ങളെ, പണ്ടൊരച്ഛൻ, ഞാനിത് പറഞ്ഞിട്ടുണ്ടെന്ന് അറിയത്തില്ല, പണ്ടൊരച്ഛൻ ഒരു വീട്ടിൽ ചെന്നു. ആ വീട്ടില് ഒരു വല്യമ്മച്ചി മാത്രമേ ഉള്ളൂ. വല്യമ്മച്ചിക്ക് 5-6 മക്കളുണ്ടായിരുന്നു. അതിൽ 2-3 പേര് അമേരിക്കയിലുണ്ട്, ഒരാള് ഗൾഫിലുണ്ട്, 2 പേര് നോർത്ത് ഇന്ത്യയിലുണ്ട്. ആകെപ്പാടെ അമ്മച്ചിക്ക് കൂട്ടൊരു കൊച്ചു മോനെ ഉള്ളൂ, 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കൊച്ചു മോനെ. അമ്മച്ചി നല്ല സുഖസൗകര്യത്തിൽ ജീവിക്കുന്നതുകൊണ്ട് അമ്മച്ചി ആ നാട്ടിലെ ഒരു ചെറിയ പ്രാർത്ഥനക്കാരിയാണ്. പ്രത്യേകിച്ച് ബുധനാഴ്ചയും വെള്ളിയാഴ്ചയും ഒക്കെ പള്ളി പ്രാർത്ഥന ഉണ്ടെങ്കിലും സമാന്തരമായി അമ്മച്ചിയും വീട്ടിൽ പ്രാർത്ഥന വെക്കും, ദൈവദാസന്മാരെ ഒക്കെ വിളിക്കും, ഉഗ്ര പ്രാർത്ഥനയാണ്. ഇതൊക്കെ മനസ്സിലാക്കി അച്ഛൻ വീട്ടിൽ ചെന്നു. വീട്ടിലെ കാര്യങ്ങളൊക്കെ അമ്മച്ചിയോട് ചോദിച്ചു. കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ അച്ഛനും തിരിഞ്ഞു, അല്ലെ അച്ഛനും മനസ്സിലായി, എന്തിനാ ഞാനായിട്ട് പിണക്കുന്നത്, വെല്ലുവിളിച്ച് ഒന്ന് പ്രാർത്ഥിക്കട്ടെ, വെല്ലുവിളിച്ച രീതിക്കനുസരിച്ച് ഞാനൊന്ന് പ്രാർത്ഥിച്ചേക്കാം. സംസാരമൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോരാൻ നേരത്തെ അച്ഛൻ പറഞ്ഞു നമുക്ക് പ്രാർത്ഥിക്കാം. വെല്ലുവിളിച്ചയ്ക്കും സന്തോഷം, പ്രാർത്ഥിക്കാം. അച്ഛനമ്മോട് തുടങ്ങി, കർത്താവേ, നരയുടെ കാലഘട്ടത്തിലും വാർദ്ധക്യത്തിന്റെ സമയത്തിലും നിന്റെ ദാസിയെ ക്രൂശിന്റെ മറവിൽ മറച്ചുകൊള്ളണമേ. ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ വാദോരാത വാക്യങ്ങൾ ഉതിർന്നുകൊണ്ട് നല്ല സുന്ദരമായ ഒരു പ്രാർത്ഥന അച്ഛനെ നടത്തി. പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ വെല്ലുവിളിച്ച് പറയുക, എന്ത് നൽകിയ അച്ഛൻ, എന്ത് നൽകിയ അച്ഛൻ,
അടുത്ത വാക്യം എന്താണോ? ഓ, എന്തു നല്ല പ്രാർത്ഥന! ഞങ്ങളുടെ പള്ളിയിൽ ഒരു വികാരിയൊക്കെ ഇങ്ങനെ ഒരു പ്രാർത്ഥിക്കാൻ അങ്ങനറിയാമോ? അങ്ങനെയും ഉറക്കമില്ലാത്ത ഉണർവുള്ളവനായ എന്റെ കർത്താവേ, നിന്റെ ഉണർച്ചയെ സ്തുതിക്കാനായിട്ട് പാപത്തിന്റെ മുഴുകലിൽ നിന്ന് ഞങ്ങളെ ഉണർത്തണമേ എന്നെ മനസ്സിലാകും. അതേസമയം ഈ അച്ഛന്റെ പ്രാർത്ഥന എന്ത് രസമാണ്! വെല്ലുവിളിച്ച് പറഞ്ഞു, നല്ല പ്രാർത്ഥന, നല്ല അച്ഛൻ. അച്ഛനും തൃപ്തി, വെല്ലുവിളിച്ചിരിക്കും തൃപ്തി. സന്തോഷത്തോടെ അച്ഛൻ വീടിനോട് യാത്ര പറയുന്നു. ഉടനെ ഈ കൊച്ചു പയ്യൻ, 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന പയ്യൻ, അവൻ അച്ഛന്റെ അരികെ വെല്ലുവിളിച്ച് കാണാതെ വന്നു. എന്നിട്ട് അച്ഛനോട് പറഞ്ഞു, കലക്കി അച്ഛ. എന്നാ കലക്കിയെന്ന പ്രാർത്ഥന കലക്കി അച്ഛ. തീർന്നില്ല, അവൻ അടുത്ത വാദകം അച്ഛനോട് തൊട്ടുരുമി നിന്നുകൊണ്ട് അവൻ അച്ഛനോട് പതുക്കെ പറയുക, അച്ഛ വല്യമ്മയ്ക്ക് ഏറ്റച്ച. വല്യമ്മയ്ക്ക് എന്നാ ഏറ്റുന്ന പ്രാർത്ഥനയേറ്റു. അവസാനം അവൻ ഒരു വാദം കൂടെ പറഞ്ഞു, സത്യം പറയണമല്ലോ അച്ഛ, അടിപൊളി. സഹോദരങ്ങളെ, ഞാൻ അധികം വിവരിക്കുന്നില്ല. ഇന്ന് ആധ്യാത്മികത അധപ്പതിക്കുന്നതിന്റെ പ്രധാന കാരണം അവൻ താപോർമലയുടെ ഉദ്ധരണ സംഘത്തിൽ യാക്കോബിനോടും യോഹന്നാനോടും പത്രോസിനോടും കൂടെ ചെന്നു. പ്രാർത്ഥിച്ചപ്പോൾ അവന്റെ മുഖഭാവം മാറി. അവന്റെ വസ്ത്രം ഈ ഭൂമിയിൽ ഒരു അലക്കുകാരനും വെളുപ്പിക്കുവാൻ സാധിക്കാത്ത വിധത്തിൽ ശോഭിച്ചു. മോശയും ഏലിയായും അവനോടൊപ്പമുണ്ടായിരുന്നു. അതാണ് തേജസ്കരണം. അതുപോലെ തന്നെ അവൻ ഗതസമനയിൽ മുട്ടുകുത്തി. അവന്റെ വിയർപ്പുതുള്ളി രക്തമാകത്തക്ക രീതിയിൽ അവൻ വേദനയോടെ പ്രാർത്ഥിച്ചു. എന്നാൽ നസ്രായക്കാർ യേശു ഒരിക്കലും ഈ 12 ശിഷ്യന്മാരെ വട്ടം നിർത്തി അവരോട് പറഞ്ഞു, ഞാൻ നിങ്ങളെ 12 പേരെ തെരഞ്ഞെടുത്തു. ഈ 12 പേരിൽ ഒരുവൻ ഒറ്റുകാരനാണ്, മറ്റൊരുവൻ വെയ്വറിംഗ് നേച്ചറുള്ള പത്രോസാണ്. അതുകൊണ്ട് പത്രോസിനെ സമർപ്പിച്ച ഒറ്റുകാരൻ യൂദായിക്ക് വേണ്ടി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കൈയോട് കൈപിടിപ്പിച്ച കാലിന്റെ പെരുവരിൽ പൊങ്ങി നിന്ന ഒരിടത്തു നിന്ന് യേശു ക്രിസ്തു ഈ ശിഷ്യന്മാരെ തൃപ്തിപ്പെടുത്തുവാൻ പ്രാർത്ഥിച്ചില്ല. എന്നാൽ യേശു ക്രിസ്തു പഠിപ്പിച്ചത്, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കടന്ന് വാതിലടച്ച് എന്നാടുക്കണം, രഹസ്യത്തിലുള്ള നിങ്ങളുടെ പിതാവിനോട് ഹൃദയം തുറന്ന് സംസാരിക്കണം. കപടഭക്തിയുടെ ലാഞ്ചന പോലും യേശു ക്രിസ്തു തന്റെ ആധ്യാത്മികതയിൽ പ്രകടിപ്പിച്ചില്ല. അവിടെയാണ് സഹോദരങ്ങളെ വേദപുസ്തകം പഠിപ്പിക്കുന്നത് നമ്മുടെ ആരാധനാ ജീവിതത്തിന്റെ ശ്രേഷ്ഠ മാതൃക യഥാർത്ഥത്തിൽ ദൈവസന്നിധിയിൽ സ്വയമേവ തന്നെ സമർപ്പിച്ചതിന്റെ കൂടെ തന്റെ വഴിപാട് വസ്തുവിനെയും ദൈവസന്നിധിയിൽ സമർപ്പിച്ച ഹാബേലിന്റെ കുഞ്ഞാടാണ് ഉത്തമമായ മാതൃക. സഹോദരങ്ങളെ, രണ്ടാമത്തെ വിഷയത്തിലേക്ക് വരാം, സമയപരിമിതി മുഖാന്തരം. എന്താണ് രണ്ടാമത്തെ വിഷയം? ഹാബേലിൻ കുഞ്ഞാടും എല്ലാവരും പറഞ്ഞു കാഴ്ചയാതും അബ്രഹാം കൈകൊണ്ട കർത്താവേ നോമ്പും അച്ഛൻ പറഞ്ഞു, ഇടവക്കാരെല്ലാം സംബന്ധിച്ച് ഊദാശയ്ക്ക് ബാബാതിരുമേനി 6 പത്രച്ചന്മാർ എല്ലാവരും ഉണ്ട്. ഊദാശ നടന്നുകൊണ്ടിരുന്നതിനിടെ തിരുമേനി ചോദിച്ചു, അച്ഛനെ അരികെ വിളിച്ചിട്ട് ചെവി ചോദിച്ചു, അച്ഛാ മറ്റു 2 പുരുഷന്മാർക്ക് അച്ഛൻ കണ്ടില്ലേ? നമ്മുടെ തന്നെ ഒരു കൊക്കക്കോണം, ഇച്ചിരി കൊക്കക്കോണമല്ലോ. ഉടനെ അച്ഛൻ തിരുമേനിയോട് പറഞ്ഞു, അതെന്റെ തിരുമേനി, ഇവിടെ പലപ്പോഴും ഇടവമാസത്തിൽ ഇടിവെട്ടുന്ന സ്ഥലമാണ്. മനസ്സിലായി വരുമോ? ഇടിവെട്ടുന്ന സ്ഥലമാണ്. അതുകൊണ്ട് ഇച്ചിരി ഞാനെന്ന് പൊക്കം കുറച്ചതാ, വെട്ടുന്നെങ്കിൽ അവരെ അനുഗ്രഹിക്കപ്പെട്ട ദൈവമുണ്ട്. സംഭവിച്ച ഗതികേട് നോക്കുന്നു. ഇതാണ് സ്ഥാപന ജംഗമ വസ്തുക്കളിൽ മാത്രമായി ആധ്യാത്മികത കഴിച്ചുകൂട്ടുന്നതിന്റെ ഗതികെട്ട ഭാവം. ഇതിനല്ല ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. ഞാൻ നിങ്ങൾ ഈ പട്ടണത്തിൽ പ്രവേശിച്ചിരിക്കുന്നത്, ഇതിലൂടെ രക്ഷപ്പെട്ടത്, പുറത്തെ ഭീകരമായ മരണത്തിന്റെ താഴ്വരയിൽ ജീവനെ അന്വേഷിക്കുവാൻ ദൈവം നമ്മെ വിളിച്ചു വേർതിരിച്ചിരിക്കുന്നതാണ്. ഞാൻ ഇന്നലെ ഓർമ്മിപ്പിച്ചതുപോലെ വിശുദ്ധ ജീവിതവും ആധ്യാത്മിക ജീവിതത്തിന്റെ തെളിവുമാണ് ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് വേദപുസ്തകം പഠിപ്പിക്കുന്നത്, വിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടി ദേവാലയത്തിൽ പ്രവേശിക്കുമ്പോൾ
നമ്മൾ ഒരുമിച്ച് ചേർന്ന് ചൊല്ലുന്നത് എന്താണ് ചൊല്ലുന്നത്? ഹബേലിൻ കുഞ്ഞാടും നോഹിലൂടെ അബ്രഹാം തൻ ബലിയും കൈക്കൊണ്ട കർത്താവേ, നോമ്പും പ്രാർത്ഥനയും കൈക്കൊണ്ട അൻപാലടിയാരെ കാക്കുക. ഹൃദയശുദ്ധിയുടെയും സ്വയസമർപ്പണത്തിന്റെയും നന്മ ചെയ്തുകൊണ്ട് ആരാധനയ്ക്ക് വേണ്ടി കടന്നു വന്നതിന്റെയും ശ്രേഷ്ഠ പ്രതീകമാണ് ആവേൽ. അതുപോലെ തന്നെ പരിശുദ്ധ സഭയുടെ ജീവിതത്തിന്റെ പ്രതിസന്ധികളുടെ നടുവിൽ നിന്ന്, മരണത്തിന്റെ താഴ്വരയിൽ നിന്ന് പെട്ടകത്തിലൂടെ രക്ഷപ്പെട്ടോ ദൈവസന്നിധിയിൽ സ്തുതിയും സ്തോത്രവും ഹല്ലേലൂയയും ഇടപെടാതെ അർപ്പിക്കുന്ന ശ്രേഷ്ഠമായ ആരാധനയുടെ സത്യമാണ് നോഹയുടെ പെട്ടകവും വഴിപാടും വിളിച്ചറിയിക്കുന്നത്. മാമോദീസ സ്വീകരിച്ച നാം നിർവഹിക്കേണ്ട ഒരു ശുശ്രൂഷയുണ്ട്, പ്രാവിന്റെ ശുശ്രൂഷ. എന്താണ് പ്രാവിന്റെ ശുശ്രൂഷ? മരണത്തിന്റെ താഴ്വരയിൽ ജീവനെ അന്വേഷിക്കുന്ന ശുശ്രൂഷ. ഇതിനായി ദൈവം നമ്മെ വിളിച്ച് വേർതിരിച്ചിരിക്കുന്നു. സഹോദരങ്ങളെ, മൂന്നാമത്തെ ഉദാഹരണം അബ്രഹാമിന്റെ ബലി. ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം 8 മുതലുള്ള വാക്യങ്ങൾ. അബ്രഹാമിന്റെ ബലി. ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം 8 മുതലുള്ള വാക്യങ്ങൾ. ഈ സമയത്ത് പാട്ടുപാടി സ്തോത്ര കാഴ്ചയെടുക്കാം.